നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. മൈൻഡ്ഫുൾനെസ് ഇങ്ങനെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ദിവസേന ഉള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ തോട്ട്സ് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പല തോട്ട്സ് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം. ഇതിനിടയിൽ നമ്മളെ പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് പലരും മറന്നു പോവാറുണ്ട്. നമ്മുടെ സന്തോഷങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ നമ്മൾ മറന്നു പോകും. പ്രസൻറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് തന്നെ മറന്നു പോകും. സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ശാരീരിക അവസ്ഥകളെയും പരിസ്ഥിതിയെ പറ്റിയും എല്ലാം വ്യക്തമായിട്ടുള്ള അവബോധം ഉണ്ടാവുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ ചെറിയ നേട്ടങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനും ചെറിയ ബ്ലെസ്സിങ്സിൽ തൃപ്തരായിട്ടിരിക്കാനും പ്രത്യക്ഷത്തിൽ ജീവിക്കുവാനും ഇത് നമ്മളെ പഠിപ്പിക്കും. ഉള്ളിലെ നെഗറ്റീവായ ചിന്തകളെയും വികാരങ്ങളെയും മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത് നമ്മളെ പ്രേരിപ്പിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി ചെയ്യുക, അതിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യുക. അതാണ് മൈൻഡ്ഫുൾനെസ് എന്നത് സാധാരണയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ കാലത്തിൻ്റെ ഭാരവും ഭാവിയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആങ്സൈറ്റിയും ഒക്കെ കൊണ്ട് നടക്കാതെ ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. സ്വയം അംഗീകരിക്കുകയും സ്വയം കരുണയോടുകൂടി പെരുമാറുകയും ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയും സ്നേഹവും ഒക്കെ സ്വയം തന്നിൽ തന്നെ കാണിക്കാനും കൂടി ശ്രമിക്കുക. ഏതവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിയുകയും എന്താണ് ചെയ്യുന്നതെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കഴിവാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ അമിതമായിട്ട് പ്രതികരിക്കുകയോ അമിതമായിട്ടുള്ള സന്തോഷിക്കുകയോ ചെയ്യാതെ അതിനെയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുമ്പോൾ മനസ്സും ശരീരവും നമ്മളിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. മൈൻഡ്ഫുൾനെസ് എന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും പരിശ്രമത്തിലൂടെ മാത്രമേ ഇത് വളർത്തിയെടുക്കാൻ സാധിക്കൂ. നമ്മുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായ ചിന്തകളെയും പ്രവർത്തികളെയും ഉണർത്തുക, ഇതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മുന്നേ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനു മുമ്പേ ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിനെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുമായിരിക്കും, എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ എന്തിനിങ്ങനെ മറ്റുള്ളവർക്കൊരു ശല്യമാകണം. മുൻപ് ജീവിതത്തിൽ നടന്ന ദുഃഖകരമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ, അതിൻ്റെ ഒരു വേദന, അല്ലെങ്കിൽ അത് മനസ്സിനുണ്ടാവുന്ന വേദനകൾ, കുറ്റബോധം, അല്ലെങ്കിൽ സ്വയം ശപിക്കുക, സ്വയം ക്ഷമിക്കാനാവാത്ത അവസ്ഥ, ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ, അല്ലെങ്കിൽ ഭാവിയെ പറ്റിയുള്ള അമിതമായിട്ടുള്ള ആങ്സൈറ്റി, ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ളപ്പോൾ നമ്മുടെ മനസ്സാകെ തകർന്ന് മെൻ്റലിയും ഫിസിക്കലിയും ഒരു തകർന്ന അവസ്ഥ ചിലപ്പോൾ ഫീൽ ചെയ്തെന്ന് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആവർത്തിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് കൗമാരക്കാരിലും അതുമാത്രമല്ല മുതിർന്നവരിലും കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്നുള്ളത്. ഇത് കാരണമായി പറയാവുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ തുടക്കം മുതലേ കാണാനാവുന്ന ചില പ്രത്യേകതകളും അതോടൊപ്പം തന്നെ വ്യക്തിയുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും മാനിക്കാതെ പോകുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നതുമാണ് ഇങ്ങനെയുള്ള ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിക്ക് കൂടുതലായിട്ടും കാരണം ആവാറ്. ഇങ്ങനെയുള്ളവർക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു നേച്ചറായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അമിതമായിട്ട് ഇമോഷണലി പ്രതികരിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരം പ്രതികരണത്തിന് ശേഷം സാധാരണ മാനസിക അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ സമയം അധികമായിട്ട് എടുക്കുകയും ചെയ്യും. സാധാരണ ഒരു വ്യക്തി ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെൻഷൻ നേരിട്ടാൽ സാധാരണ നിലയിലേക്ക് എത്താൻ എത്ര സമയമെടുക്കുമോ അതിലും വളരെ കൂടുതൽ സമയമായിരിക്കും ഇതുപോലെ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് എടുക്കുന്നത്. എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അലഞ്ഞു തിരിഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാം. ചിലപ്പോൾ പഴയ കാല ചിന്തകളോ പ്രസൻറ്റിലെ ചിന്തകളോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളോ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാം. എങ്കിലും അവയോട് നമ്മൾ അതോർത്ത് ടെൻഷൻ അടിക്കാതെ ആ ഒരു ചിന്തകളെയൊക്കെ നിരീക്ഷിക്കാൻ പരിശീലിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടാകും തോറും വീണ്ടും നമ്മുടെ ആ ചിന്തകളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്രതീക്ഷകളും മുൻവിധികളും മാറ്റിവെച്ച് തുടർച്ചയായിട്ട് ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ സഹായിക്കും.
ഒരു നിമിഷം എടുത്ത് പ്രകൃതിയിലുണ്ടാകുന്ന ശബ്ദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനോട് നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവുക. പല പഠനങ്ങളും പറയുന്നത് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് ജീവിതത്തിലെ പല വിഷമങ്ങളെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെയും ഒക്കെ കുറെ കൂടെ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കും എന്നതാണ്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മികച്ച വഴികൾ പഠിക്കുകയും സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും സ്ഥിരമായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സായിട്ട് സുഹൃത്തുക്കളുമായിട്ടും ഒക്കെയുള്ള നമ്മുടെ ഒരു റിലേഷൻ കൂടുതൽ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. വ്യക്തിബോധം വളർത്തുകയും അവബോധമുള്ളവരാക്കുകയും ചെയ്യും. നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹവും. അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും അതുതന്നെയാണ്. അതിനെ ഏറ്റവും ലളിതമായിട്ടും വളരെ ഈസി ആയിട്ടും മറികടക്കാനാണ് മൈൻഡ്ഫുൾനെസ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. നമുക്കുള്ളിലുള്ള നമ്മളെയും ചുറ്റുമുള്ള പലതിനെയും ആഴത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഈ ഒരു അവസ്ഥ കാരണമാകുന്നു. നമ്മളാകുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്താനായാൽ ഇന്നലകളെക്കുറിച്ചുള്ള ഒരു ആകുലതകൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാതെ ഇരുന്നാൽ പ്രതീക്ഷകൾക്കും അപ്പുറം നമുക്ക് പ്രസൻറ്റിൽ ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. പല രീതിയിലുള്ള സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി, ഉറക്കക്കുറവ് ഇവയൊക്കെ പരിഹരിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഇതുപോലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.